ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നോമ്പിന്റെ 10-ാം ദിവസം. ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. വിനയത്തിന്റെ മാതൃക, ദ മോഡൽ ഓഫ് ഹ്യൂമനിറ്റി. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും നിന്റെ ജനത്തിന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകണമേ. ആമേൻ. വേദപുസ്തകത്തിൽ 2 വിധത്തിലുള്ളവരെ നമുക്ക് കാണാം. ബുദ്ധിമാന്മാർ, ബുദ്ധിഹീനർ; ധനവാന്മാർ, ദരിദ്രർ; നീതിമാന്മാർ, പാപികൾ. ലൂക്കോസിന്റെ സുവിശേഷം ഉപമകളുടെ ഒരു സുവിശേഷമാണ്. ഈ വേദഭാഗത്ത് 2 വിധത്തിലുള്ള ആളുകളെ നമുക്ക് കാണാം. യേശു കർത്താവ് ഒരു നല്ല ഗുരുവും ഒരു അധ്യാപകനുമായിരുന്നു. തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് ശിഷ്യന്മാരെ ഉപമകളിൽ കൂടിയായിരുന്നു വചനം പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. ശിഷ്യന്മാർക്ക് സംശയമുള്ളത് വൈകുന്നേരത്തെ വിവരിച്ചു കൊടുക്കുമായിരുന്നു. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയ ഉപമ. പരീശനും ചുങ്കക്കാരനും. പരീശന്മാരും ശാസ്ത്രിമാരും എന്നും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ എതിർത്തവരാണ്. ഒന്നാമത് പരീശൻ. അവർ യേശു ദൈവപുത്രനെന്ന് അംഗീകരിക്കുന്നില്ല. ദൈവത്തെ അവർ പിതാവായി അംഗീകരിക്കുന്നു. എന്നാൽ അവർക്ക് പുറമേയുള്ള ഭക്തിയാണ്, ഉള്ളിൽ ഭക്തിയില്ല. തങ്ങൾ മാത്രമാണ് നീതിമാന്മാർ. പള്ളിയിൽ മുഖ്യസ്ഥാനം, നീണ്ട കുപ്പായവും, അങ്ങാടിയിൽ വന്ദനം. എല്ലാവരും അവരെ ശ്രദ്ധിക്കണം. അവരെ നോക്കി കർത്താവ് പറഞ്ഞു, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകളാണ്. പുറമേ ഭംഗി, ഉള്ളിൽ അഴുക്ക്. നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വൃത്തിയാക്കുന്നു, അകമോ മാലിന്യമാണ്. പരീശന്റെ പ്രാർത്ഥന. അവൻ ദൈവത്തോട് വേണ്ട പോലെ പ്രാർത്ഥിച്ചില്ല. യാതൊന്നും ദൈവത്തോട് അപേക്ഷിച്ചില്ല. തൻ്റെ കുറ്റമൊന്നും ഏറ്റുപറഞ്ഞില്ല. തൻ്റെ കുറച്ച് നല്ല പ്രവർത്തികൾ ദൈവം മുൻപാകെ നിരത്തി വയ്ക്കുന്നു. ഞാൻ മറ്റു മനുഷ്യരെ പോലെ അല്ല, അവർ പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ, അവരെ പോലെ അല്ല ഞാൻ എന്ന് ദൈവത്തോട് പറയുന്നു. കൂടാതെ പരീശൻ ചുങ്കക്കാരനെ പോലെ അല്ല, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു, അവനെ പരിഹസിക്കുകയാണ് ചെയ്തത്. മറ്റുള്ളവന്റെ കുറ്റം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. എന്നാൽ ചുങ്കക്കാരൻ വലിയ ഭയഭക്തിയോടുകൂടി, പാപബോധത്തോടുകൂടി സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് കരഞ്ഞ് പാപം ഏറ്റുപറഞ്ഞ് താഴ്മയോടെ വിനയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ഉപമയിലെ 2 വ്യക്തികൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ വന്നുവെങ്കിലും അവൻ ദൈവത്തോടല്ല, കുറിച്ചാണ് സംസാരിക്കുന്നത്. ചുങ്കക്കാരനാണ് വിനയത്തിന്റെ മാതൃക. ദൂരത്ത് നിന്ന് കണ്ണുകൾ ഉയർത്തുവാൻ പോലും ധൈര്യമില്ലാതെ നെഞ്ചിലടിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, പാപിയായ എന്നോട് കരുണ കാണിക്കണമേ എന്ന്. അവൻ തന്റെ പാപം മറച്ചു വെച്ചില്ല, തന്റെ യോഗ്യതകൾ പറഞ്ഞില്ല. ദൈവത്തിന്റെ കരുണയിലേക്ക് ആശ്രയം മുഴുവനും സമർപ്പിച്ചു. അവൻ നീതീകരിക്കപ്പെട്ടവനായി തന്റെ വീട്ടിലേക്ക് പോയി. പരീശൻ അങ്ങനെയല്ല. സ്വയം ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, സ്വയം താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയുള്ളതാണ്? വിനയമാണോ, അതോ മറ്റുള്ളവരുമായുള്ള താരതമ്യം ചെയ്യലാണോ? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവകൃപയിൽ ആശ്രയിക്കുന്നുണ്ടോ, അതോ നമ്മുടെ പ്രവർത്തികളിലാണോ? സഭയിലും സമൂഹത്തിലും നാം മറ്റുള്ളവരുടെ ന്യായം വിധിക്കുന്നവരാണോ, അതോ കരുണ കാണിക്കുന്നവരാണോ? ദൈവം നോക്കുന്നത് നമ്മുടെ വാക്കുകളുടെ ഭംഗിയിലേക്കല്ല, ഹൃദയത്തിന്റെ നിലപാടിലേക്കാണ്. നാം ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥന, കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ എന്നായിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ആമേൻ.